കാലാവസ്ഥയ്ക്ക് മാറ്റം കാണുന്നുണ്ട്. ഇങ്ങനെ ആയാലും ഒരാഴ്ചയായി പണിക്ക് പോയിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ടല്ലേ പണിയെടുക്കാൻ പറ്റില്ല. പണിയെടുത്താൽ തന്നെ ഇതാര് ഇതെന്നാ സംഭവം കേട്ടാ? നിങ്ങൾക്കറിയോ ഇയാളാ? ഓ വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളം എനിക്ക് തോന്നുന്നില്ല. നല്ല കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നതായിരിക്കല്ല. പിന്നെന്താ ഇങ്ങനത്തെ കൊറേ ടീമുണ്ട് ഇപ്പൊ ഇറങ്ങിട്ട് ഒരുപാട് ഒരാഴ്ച മറ്റായെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുന്നേ. അതാ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് അതെ ഇനി വേണ്ടപ്പെട്ട അധികാരികളല്ലേ ഇവരെ ഇങ്ങനെ സഹായിക്കാനോ കേട്ടാ. നമ്മ ഇനി മെനക്കണ്ട. ഇത് നമ്മളെ വീട്ടിലേക്കാവും. നമുക്ക് പോയേക്കാം. അതല്ലേ ഏറ്റവും നല്ലത്. വാ നമുക്ക് പോവാം. ആ ഞാൻ വരുന്നു മോനെ. എന്തെന്ന് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിച്ചൂടെ നിനക്ക്? ഓ ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് കടി കേറിയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിട്ട് വരികയെന്ന് മോനെ. ആ അമ്മ വേഗത്തും. എന്തെന്നാന്ന് അച്ഛനും ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്ക്. ഇതെന്തെന്ന് എന്റെ അമ്മ മനുഷ്യന്മാർ പേടിച്ചു പോയല്ല. എന്തെന്നത് കള്ളും വെള്ളം കുടിച്ചിട്ട് ഈടെ വന്ന് കിടക്കുന്നേ. വേറെ ഏടെ സ്ഥലവും ഇല്ല ഇങ്ങക്കൊന്ന് കിടക്കാൻ. കുടുംബം നശിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന്. അയ്യോ ആരും ഇല്ലപ്പാ ഈ മനുഷ്യനെ എവിടെങ്കിലും പിടിച്ചിട്ട് കിടത്താൻ വേണ്ടിട്ട്. ഞാനെങ്ങനെ ഇപ്പൊ പിടിക്കേണ്ടത്? എന്നാ പറ്റീന്ന് ആർക്കറിയാ? എന്തെങ്കിലും ആവട്ടെ. വെള്ളം ഞാൻ ആരും എനിക്ക് കഴിയില്ല. വേണ്ട ഓരോരു വർഗം. നമ്മുടെ കോറയുടെ കാര്യത്തിന്റെ എന്താ തീരുമാനം? അത് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അവരിന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചിലവന്മാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അല്ല ഇതാരാ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ റോഡ് സൈഡില്. ഒന്ന് നോക്കിയേ. മരിച്ചോ? നോക്കാലോ. ഞാൻ നോക്കിട്ട് വരാം. എന്തോ നോക്കട്ടെ ഒരാൾക്ക്. ഞാനും വരാം. സംഭവം വല്ലാത്ത അവസ്ഥ തന്നെ. ഒരാഴ്ചയുള്ളൂ ഇവിടെ കാണാൻ തുടങ്ങി കേട്ടോ. മരിച്ചോ അയാള്? തട്ടിപ്പോയോ? ഓ ജീവനുണ്ട് കേട്ടോ. എന്താ രാവിലെ അതിൽ വെള്ളം അടിച്ച കിടക്കുക. ഒന്ന് ചിന്തിക്കണ്ടല്ലോ അല്ലേ? ലോൺ അടക്കണ്ട, വീട് വേണ്ട, കഷ്ടം തന്നെ. മാമ എന്ത് പറ്റി? വെള്ളം വേണോ? മാമ ഭക്ഷണം വേണോ? ഈ പ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാളിന് നമുക്ക് കലാപരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ പാവങ്ങളെ സഹായിച്ചിട്ട് ഒരു പദ്ധതി ഉണ്ടല്ലോ. പദ്ധതി മാത്രമല്ല, നമുക്ക് സഹായിക്കാൻ അവരെ പറ്റി മുൻകൈയെടുത്ത് നോക്കണം. ശരിയല്ലേ? 100% അച്ഛൻ പറഞ്ഞ് ശരിയാണ് അച്ഛൻ. കർത്താവും അതല്ലേ പറഞ്ഞേക്കുന്നത്, പാവങ്ങളെ സഹായിക്കുക. അതുകൊണ്ട് ഈ കമ്മിറ്റിയുടെ 100% അച്ഛൻ്റെ കൂടെ ഉണ്ട് അച്ഛോ. ഈ കമ്മിറ്റി കൂടുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ച്
വേണ്ടത് ചെയ്യാൻ പറ്റി നോക്കാം. ആ പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യണം. തോമാച്ച പറഞ്ഞു അച്ഛാ, സമയം കളയണ്ട, നേരെ പള്ളിയിലോട്ട് പോയിട്ട് ആ അത് സംസാരിക്ക് തീരുമാനിക്കണല്ലോ. ഇതെന്തും ഇതെന്താ ഒരു മോള് ചെയ്ത ഏറ്റവും നല്ല കാര്യം കേട്ടോ. എന്താ പറ്റിയ സഹോദരാ? ആ പോയിട്ട് വണ്ടി എന്തായാലും നമുക്ക് ഇങ്ങനെ നമുക്ക് സ്നേഹത്തിലേക്കാകാം അല്ലേ? വേഗം വാ സഹോദരാ, എനിക്ക് വീട്ടിലാരും ഇല്ല സഹോദരാ. എനിക്ക് മോളോട്ടെ വീട് വരാ. മോളോട്ട് ചെയ്തത് ഒരുപാട് വലിയ പുണ്യങ്ങൾ. മോളെ തമ്പുരാൻ അനുഗ്രഹിച്ചു. കുറച്ച് നീങ്ങി ഇരിക്കാം. അച്ഛോ കേറ് കോട്ട എടുക്കട്ടെ. ആ വണ്ടി നമ്മുടെ സമൂഹത്തിൽ നിരാലംബരായ ആളുകളെ പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടാം. അവരെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാതെ കരുണ നിറഞ്ഞ മനസ്സോടെ ഇരു കൈകളും നീട്ടി സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനുള്ള എളിയ മനസ്സെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും നിഷ്കളങ്കയായ ഈ കൊച്ചുകുട്ടിയെ പോലെ ഉണ്ടാവട്ടെ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.